ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോയുമായിട്ടാണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പൂരിയും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭാജിക്കറിയുടെ റെസിപ്പി. നിങ്ങൾ പൂരി തയ്യാറാക്കുമ്പോൾ എണ്ണ കുടിക്കുന്നുവെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂരിയും അതുപോലെ തന്നെ ഭാജിക്കറിയും എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പൂരിക്ക് വേണ്ടുന്ന മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ തരിയോട് കൂടിയ റവ ചേർത്ത് കൊടുക്കാം. പൂരിയുടെ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. പൂരിയുടെ അകം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ആട്ടപ്പൊടി എടുത്ത അതേ കപ്പിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. സാദാ വെള്ളമാണ്, അല്ലാതെ ചൂടുവെള്ളമൊന്നുമല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഞാൻ നല്ലതുപോലെ തന്നെ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ടൈറ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ പൂരിക്ക് വേണ്ടുന്ന മാവ് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം മൊത്തമായിട്ട് തന്നെ ഈ 2 കപ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ചെടുത്ത ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ഭാജി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകൊന്ന് നെടുകെ പിളർന്നിടാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഈ കിഴങ്ങ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 or 6 വള്ളി വെളുത്തുള്ളി, 2 പച്ചമുളക്, മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാകും. ഇതിനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഈ സവാള വഴറ്റാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഭാജിയിൽ നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതിനാലാണ് ഞാനിവിടെ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഇവിടെ നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും കൂടെ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെയൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോഴിതാ ഈ ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഞാൻ അത്യാവശ്യമൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഭാജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പോഴിതാ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഇതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങയുടെ 1/4 പാലാണ് ഇതിലേക്ക് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ബാജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ബാജി ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോഴിതാ നമ്മളുടെ മാവ് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം തന്നെ ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ പൊടിയിട്ട് ചെറിയ പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പൂരിക്ക് വേണ്ടിയിട്ട് ഈ മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിവിടെ 5-6 ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ചുട്ടെടുക്കാം. ഇപ്പോഴിതാ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോഴിതാ നമ്മളുടെ ഈ പൂരി നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ റവ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൂരിയുടെ മാവ് 10 മിനിറ്റിൽ കൂടുതൽ ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കരുത്. കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമ്മുടെ മാവ് പുളിക്കുകയും പൂരി നല്ലതുപോലെ എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാവ് 10 മിനിറ്റിൽ കൂടുതൽ വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയും അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാജിക്കറിയുമാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പൂരി തയ്യാറാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവർ ഈ രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ താങ്ക് യു.